കണ്ണൂർ തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം സംഘർഷം ഉണ്ടായപ്പോഴത്തേക്ക് കുറെ CPM പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചിരുന്നു. അതുകൂടാതെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ഒരു പ്രതിനെ പോലീസിന് കയ്യിൽ നിന്ന് ബലമായി മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അവർക്കെതിരെ കേസെടുത്ത പോലീസുകാരെ സ്ഥലം മാറ്റി. ഇതിന്റെ പേരാണ് ഫാസിസം. പക്ഷെ നമ്മളത് പറയാൻ പാടില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. പോലീസിന്റെ കയ്യും കാലും കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇതുകൊണ്ടാണ്. ഏത് രീതിയിലാണ് ഇവിടത്തെ പോലീസ് സേന ഇവിടെ ന്യായം നടപ്പാക്കേണ്ടത്, നീതി നടപ്പാക്കേണ്ടത്, തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കേണ്ടത്? പോലീസിനെ കൈവച്ച ഒരു പാർട്ടിക്കാരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനായിട്ടുള്ള അധികാരം ഇവിടത്തെ പോലീസിനില്ലെങ്കിൽ ആ കാക്കിക്ക് എന്താണ് വില? ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സേനയ്ക്കാണോ വില കൊടുത്തിരിക്കുന്നത്, അതോ പാർട്ടിയിലുള്ള ഈ ചളുക്കകൾക്കാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി സംഘർഷം ഉണ്ടാക്കി നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇവരാണോ പാർട്ടി പ്രവർത്തകർ? അവർക്കാണോ സംരക്ഷണം കൊടുക്കേണ്ടത്, അതോ നാട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാക്കിയിട്ട് ഇവിടെ എല്ലാം റോന്ത് ചുറ്റുന്ന നമ്മുടെ പോലീസുകാർക്കാണോ സംരക്ഷണം കൊടുക്കേണ്ടത്? എന്ത് നീതിയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്? എന്ത് രീതിയിലുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളാണോ ജനങ്ങളോടൊപ്പമുള്ള സർക്കാർ? പേടിച്ചാണ് ഞങ്ങളൊക്കെ വീടുകളിൽ കിടന്നുറങ്ങുന്നത്, ആരാ വന്ന് വെട്ടിക്കൊല്ലുന്നതെന്ന് ആലോചിച്ചിട്ട്. കഷ്ടം തന്നെ. നമ്പർ 1 കേരളം.